ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിക്കും ലോ ലൈറ്റ് വീഡിയോഗ്രാഫിക്കും ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സാംസങ്ങിന്റെ S22 സീരീസ് പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും സാംസങ് അതിനെ വിളിക്കുന്ന പേരാണ് നൈറ്റോഗ്രാഫി. S22 സീരീസിലെ ഏറ്റവും ബേസ് വേരിയന്റ് ആയിട്ടുള്ള ഇളമുറ തമ്പുരാൻ സാംസങ് ഗാലക്സി S22 ഈ ഒരു നൈറ്റോഗ്രാഫിയിൽ വ്യത്യസ്തമല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സാംസങ് ഗാലക്സി S22 എന്ന സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളാണ്. ഇന്നിറങ്ങുന്ന മിക്ക സ്മാർട്ട് ഫോണുകളും സാംസങ് ഗാലക്സി S22 അൾട്ര പോലെ വലിയ ഒരു ഫോം ഫാക്ടറിലാണ് പുറത്തിറങ്ങുന്നത്. എന്നാൽ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന തരത്തിലെ വളരെ ഹാൻഡി ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ വളരെ കുറച്ച് മാത്രമേ പുറത്തിറങ്ങുന്നുള്ളൂ. ആ ഒരു സ്പേസിലേക്കാണ് സാംസങ് ഗാലക്സി S22 എന്ന ഫോണിനെ എത്തിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ നേരത്തെ ഇതിൻ്റെ മുൻഗാമിയായിട്ടുള്ള S21 പോലും ഒരു 0.1 mm സൈസ് കുറച്ചുകൊണ്ടാണ് S22 എന്ന ബേസ് സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത്. വെറും 6.1 ഇഞ്ച് മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സൈസ്. അതുകൊണ്ട് തന്നെയും സിംഗിൾ ഹാൻഡ് ഓപ്പറേഷൻ വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് സാധ്യമാണ്. ഒരൊറ്റ കൈ വിരലുകൾ കൊണ്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ പൂർണ്ണമായിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് S22 ഞാൻ കണ്ട ഏറ്റവും പ്രധാന ഒരു ആകർഷണ ഘടകം എന്ന് പറയട്ടെ. സാംസങ് ഗാലക്സി S22 വരുമ്പോൾ S22 അൾട്രയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സൈസിൽ മാത്രമേ കാര്യമായിട്ടുള്ള ഒരു കുറവ് വരുത്തിയിട്ടുള്ളൂ. എന്നാൽ S22 അൾട്രയിൽ ഉപയോഗിച്ചിരിക്കുന്ന തരത്തിലുള്ള ഏറ്റവും മികച്ച സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന പ്രോസസർ തന്നെയാണ് ഈ ഒരു S22 ഉപയോഗിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വലിപ്പം കുറച്ചാലും ഇതിന്റെ പെർഫോമൻസിലൊന്നും യാതൊരു കുറവും സാംസങ് വരുത്തിയിട്ടില്ല. ഇതിന്റെ മുൻഗാമിയായിട്ടുള്ള S21 സെയിം ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇവിടെ S22 കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങളുണ്ട്. S21 ബാക്ക് പ്ലാസ്റ്റിക് കൊണ്ടായിരുന്നു തയ്യാറാക്കിയിരുന്നതെങ്കിൽ ഇവിടെ ഫ്രണ്ടും ബാക്കും വിക്ടസ് പ്ലസ് എന്ന ഏറ്റവും ടഫസ്റ്റ് ഗ്ലാസ് കൊണ്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ സെൻട്രൽ കാണുന്ന ഈ ഒരു ഫ്രെയിം അത് ആർമർ അലുമിനിയം കൊണ്ടാണ് സാംസങ് തയ്യാറാക്കിയിരിക്കുന്നത്. ഫോണിൻ്റെ വലിപ്പം കുറഞ്ഞത് കൊണ്ട് തന്നെ ആവണം ഇത്തവണ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഗ്ലാസ് ബാക്ക് നൽകിയിട്ട് പോലും ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് വെറും 167 ഗ്രാമിൽ നിർത്താനായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മൊത്തത്തിൽ ഇൻഹാൻഡ് ഫീല് അതിമനോഹരമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു തമ്പ് കൊണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ഏത് ഭാഗത്തും നമുക്ക് വിരലെത്തി കൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു ഫോൺ കൺട്രോൾ ചെയ്യാൻ, അതായത് ചുരുക്കി പറഞ്ഞാൽ ഓൺ ഹാൻഡഡ് ഓപ്പറേഷൻ വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധ്യമാകും. മെറ്റാലിക് വൈറ്റ് എന്ന കളർ വേരിയന്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താനായി നമുക്ക് സാംസങ് അയച്ചു തന്നിരിക്കുന്നത്. 6.1 ഇഞ്ചിന്റെ AMOLED 2x ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് S22 നൽകിയിരിക്കുന്നത്. അതുപോലെ ഫുൾ HD റെസൊല്യൂഷനുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിന് S22 അൾട്രയ്ക്ക് സമാനമായി തന്നെ 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സ്ക്രീനിൽ നൽകിയിരിക്കുന്നത്. 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് നൽകിയിരിക്കുന്നെങ്കിലും S22 അൾട്രയിൽ ഡിസ്പ്ലേയിൽ LTPO ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 120 ഹെഡ്സ് മുതൽ ഇങ്ങ് താഴെ 1 ഹെഡ്സ് വരെ വേരി ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിഫ്രഷ് റേറ്റാണ് S22 അൾട്രയിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ 48 ഹെഡ്സ് മുതൽ 120 ഹെഡ്സ് വരെയാണ് ഈ ഒരു റിഫ്രഷ് റേറ്റ് വേരി ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ റിഫ്രഷ് റേറ്റ് വേരിയിങ് നൽകുന്നത് കൊണ്ട് തന്നെയും നമുക്ക് ഹയർ റിഫ്രഷ് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ റിഫ്രഷ് റേറ്റ് കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയും ഇത്തരം ഫോണുകളിൽ ബാറ്ററി കൺസംഷൻ വളരെ കുറച്ച് മാത്രമേ നടക്കുകയുള്ളൂ. ഈ ഒരു ഫോണിലും സാധാരണ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെ പോലെ തന്നെ ഒരു മികച്ച ബ്രൈറ്റ്നസ് ആണ് ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. 1300 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നു. ഇത്രയും ഒരു ബ്രൈറ്റ്നസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയും പകൽ വെളിച്ചത്തിലൊക്കെ സൺലൈറ്റിൽ നിന്ന് പോലും ഇതിന്റെ ഡിസ്പ്ലേ അതിമനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. HDR 10+ സപ്പോർട്ട് നൽകിയിട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. ഇതിനൊരു പൂർണ്ണമായും ബെസൽലെസ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ചിഹ്നം പറയുന്ന ഭാഗമോ അല്ലെങ്കിൽ മുകളിൽ ഈ ഒരു ഫോർവേഡ് ഏരിയയിലൊന്നും അത്തരത്തിലൊരു അരികുകൾ നമുക്ക് കാണാനേ ഇല്ല. ഒരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ അനുഭവം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഫ്രണ്ട് ക്യാമറ ഒരു വളരെ ചെറിയ ഒരു കടുകുമണി വലുപ്പത്തിൽ മാത്രമാണ് ഡിസ്പ്ലേയിൽ സെന്റർ പഞ്ച് ഹോളായി നൽകിയിരിക്കുന്നത്. S22 അൾട്രയിലേത് പോലെ തന്നെ ഏറ്റവും ടോപ്പ് നോച്ച് ആയിട്ടുള്ള പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്, സ്നാപ്ഡ്രാഗൺ 8 Gen 1. അപ്പോൾ പെർഫോമൻസിൽ യാതൊരു കുറവും S22 വരുത്തിയിട്ടില്ല. S22 അൾട്രയ്ക്ക് സമാനമായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. സൈസിൽ കുറവ് വരുത്തിയെങ്കിലും പെർഫോമൻസ് സൈഡിലേക്ക് യാതൊരു കുറവും ഈ ഒരു ഫോൺ വരുത്തിയിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ 8GB RAM 128GB ആണ് ഇതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ AnTuTu സ്കോർ ഇന്നലെ ഞാൻ തന്നെ ഈ ഒരു ഫോണിനകത്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ചെക്ക് ചെയ്തു. ഏകദേശം 6,81,000-ലധികമാണ് വന്നിരിക്കുന്നത്. ഇതൊരു മികച്ച AnTuTu സ്കോർ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ
സംബന്ധിച്ച്. ബാറ്ററിയുടെ സൈഡിലേക്ക് വരുമ്പോൾ ഇതിന്റെ മുൻഗാമിയായിട്ടുള്ള S21 നിന്നും 300 mAh ഇവിടെ കുറച്ചിരിക്കുന്നതായിട്ട് കാണാം. നേരത്തെ 4000 mAh ആയിരുന്നു S21 ഇവിടെ S22 വരുമ്പോൾ 3700 mAh ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു S22 ചാർജിങ്ങിന് വേണ്ടി 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഓർക്കുക, S22 പ്ലസിലും S22 അൾട്രയിലും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, വലിയ ഡിസ്പ്ലേ ആണ് സാധാരണ കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു ചെറിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും ബാറ്ററി കൺസംഷൻ പൊതുവെ കുറഞ്ഞിരിക്കും. അതുകൊണ്ടായിരിക്കണം 3700 mAh ഒതുക്കി നിർത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന് 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും 4.5 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. S22 അൾട്രയിൽ 4 ക്യാമറകൾ ബാക്കിൽ നൽകിയിരുന്നുവെങ്കിൽ S22 എന്ന ബേസിലേക്ക് വരുമ്പോൾ 3 ക്യാമറകളാണ് ബാക്കിൽ നൽകിയിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി സെൻസർ വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, അതുപോലെ 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ, 10 മെഗാ പിക്സലിൻ്റെ 3 ഇരട്ടി വരെ സൂം ചെയ്തുകൊണ്ട് ഫോട്ടോകൾ എടുക്കാനും വീഡിയോകൾ ഷൂട്ട് ചെയ്യാനും സാധിക്കുന്ന ഒരു ടെലിഫോട്ടോ ഈ ഒരു ലെൻസിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ S22 അൾട്ര എന്ന ഈ ഒരു സീരീസിലെ ഏറ്റവും ടോപ്പ് നോച്ച് ഫോൺ അതിൻ്റെ ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 10x വരെ സൂം ചെയ്യാവുന്ന ഒരു പെരിസ്കോപ്പിക് സെൻസർ കൂടി S22 അൾട്രയിൽ എക്സ്ട്രാ ഉണ്ട്. അത് ഇവിടെ ഇല്ല എന്ന് മാത്രം. ബാക്കിയൊക്കെ ഏകദേശം S22 അൾട്രയ്ക്ക് സമാനമാണെന്ന് പറയേണ്ടി വരും. ഇവിടെ 3x വരെ നമുക്ക് ഒപ്റ്റിക്കലി സൂം ചെയ്തുകൊണ്ട് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. പക്ഷേ S22 അൾട്രയിൽ നമുക്ക് 10x വരെ ഒപ്റ്റിക്കലി തന്നെ സൂം ചെയ്തുകൊണ്ട് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. S22 അൾട്രയിൽ 100x വരെ സൂം ചെയ്ത് ഫോട്ടോകൾ ഡിജിറ്റലി നമുക്ക് എടുക്കാൻ സാധിക്കുമ്പോൾ ഇവിടെ 30x വരെയാണ് നമുക്ക് ഡിജിറ്റലി സൂം ചെയ്തുകൊണ്ട് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കുക. S22 അൾട്രയ്ക്ക് സമാനമായി ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 8Kയിൽ 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാനാകും. അതുപോലെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4Kയിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ റെസൊല്യൂഷൻ എല്ലാം S22 അൾട്രയ്ക്ക് സമാനമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. IP68 വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേയിൽ തന്നെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസറാണ് നൽകിയിരിക്കുന്നത്. ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ 12 അധിഷ്ഠിതമായി സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് UI ആയിട്ടുള്ള ON UI 4.1 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ ആൻഡ്രോയിഡ് ഫോണുകൾക്ക് 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് നൽകുന്നത്. 2 വർഷത്തെ മെയിൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് നൽകുന്നത്. എന്നാൽ ഇവിടെ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് S22 നൽകുന്നത്. അതായത് നിലവിൽ ആൻഡ്രോയിഡ് 12 വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ 13, 14, 15, 16 ഇത്രയും ആൻഡ്രോയിഡിൻ്റെ മേജർ അപ്ഡേറ്റുകൾ ലഭിക്കും. എനിക്ക് തോന്നുന്നു ഗൂഗിളിൻ്റെ പിക്സൽ ഫോണുകളിലൊക്കെയാണ് സാധാരണ 4-5 വർഷത്തേക്ക് സോഫ്റ്റ്വെയർ മെയിൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നത്. അതോട് ചേർന്ന് നിൽക്കുന്നു സാംസങ് S22 സീരീസ് എന്നതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. അപ്പോൾ ഒരു 4-5 വർഷത്തേക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെന്ന് ചുരുക്കം. സ്റ്റീരിയോ സ്പീക്കേഴ്സ്, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട്, നല്ല സ്റ്റീരിയോ സെപ്പറേഷൻ, മികച്ച ഓഡിയോ ക്വാളിറ്റി, ഒന്നും പറയല്ല, നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. അടുത്തത് വീഡിയോ ക്വാളിറ്റി. വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. AMOLED 2x ഡിസ്പ്ലേ, മികച്ച ഒരു വീഡിയോ ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു പഞ്ച് ഹോൾ ക്യാമറയുടെ കാര്യം എടുത്തു പറയണം. വളരെ ചെറിയൊരു സൈസാണ്, മികച്ച കിടിലൻ ഡിസ്പ്ലേ, ഒന്നും പറയാനില്ല. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ സിം ട്രേ കൂടെ കണ്ടിട്ട് പോകും അല്ലേ. ഇതൊരു ഡ്യുവൽ നാനോ സിം കാർഡ് സപ്പോർട്ടുള്ള ഫോണാണ്. ഇതിനകത്ത് 2 നാനോ സിം കാർഡിൽ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം. ഓർക്കുക, എക്സ്പാൻഷൻ മെമ്മറി സ്ലോട്ട് പ്രത്യേകിച്ച് നൽകിയിട്ടില്ല. അപ്പോൾ S22 സീരീസിൽ മൊത്തത്തിൽ 3 ഫോണുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. S22 അൾട്ര, S22 പ്ലസ്, S22. അപ്പോൾ S22ഉം S22ഉം പ്ലസും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല. എനിക്ക് തോന്നുന്നു ഒരു 4 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് സൈസ്. ഇത് 6.1 ഇഞ്ച് ആണെങ്കിൽ S22 പ്ലസ് വന്നിട്ട് 6.6 ഇഞ്ച് വലിപ്പമുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ S22വിൽ 3700 mAh ബാറ്ററി ഉള്ളൂ. എന്നാൽ S22 പ്ലസിൽ 4500 mAh ബാറ്ററി നൽകിയിട്ടുണ്ട്. അതുപോലെ പിന്നീട് വരുന്നത് ബാറ്ററി സൈഡിലെ തന്നെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ്. S22വിൽ 25 വാട്ടിൻ്റെ സപ്പോർട്ട് നൽകുന്നുവെങ്കിൽ S22 പ്ലസിൽ അത് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം കൂടി പറയാനുള്ളത് S22 പ്ലസിൽ നമുക്ക് 1750 നിറ്റ്സ് മാക്സിമം ബ്രൈറ്റ്നസ് ഉണ്ട്. S22 അൾട്രയിലേതുപോലെ തന്നെ
എന്നാൽ S22-ൽ 1300 നിറ്റ്സ് ബ്രൈറ്റ്നസ്സേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഒരു 4 വ്യത്യാസങ്ങൾ മാത്രമേ പ്രധാനമായിട്ടും S22-ഉം S22 പ്ലസും തമ്മിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അടുത്തായിട്ട് ഈ ഫോണുകളുടെ പ്രൈസിംഗ് ആണ്. ഗാലക്സി S22 എന്ന S22 സീരീസിലെ ഏറ്റവും കുറഞ്ഞ വേരിയൻറ്റിൻ്റെ വിലയെന്ന് പറയുന്നത് 72,999 രൂപയാണ്. അതുപോലെ S22 പ്ലസിൻ്റെ വിലയെന്ന് പറയുന്നത് 84,999 രൂപയാണ്. അപ്പോൾ ഇപ്പോഴും പ്രീ ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് 999 രൂപ കൂടി അടച്ചാൽ ഏകദേശം 10,000-ൽ പുറത്ത് വിലയുള്ള, കൃത്യമായിട്ട് എൻ്റെ പ്രൈസ് എനിക്ക് അറിയത്തില്ല, സാംസങ് ഗാലക്സി ബഡ്സ് കൂടി 999 രൂപയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. എനിക്ക് അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, S22 അൾട്ര എന്ന ഫോൺ നമുക്ക് വാങ്ങണമെങ്കിൽ ഏകദേശം 1,10,000 രൂപയ്ക്ക് അടുത്ത് നമ്മൾ മുടക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഫോണിനകത്ത് നമുക്ക് അഡീഷണൽ കിട്ടുന്നത് ഈ ഒരു വലിയ സ്ക്രീൻ വലിപ്പവും നോട്ട് സീരീസിൻ്റെ ഒരു രീതികളും അതുപോലെ S Pen സപ്പോർട്ടുമാണ്. അപ്പോൾ അത്രയും വലിപ്പവും ആവശ്യമില്ലാത്തവർക്കും S Penൻ്റെ ഉപയോഗം അത്ര കണ്ടില്ലാത്തവർക്കും അതുപോലെ ഒരു സ്മാർട്ട് ഫോൺ, ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഈ പറഞ്ഞ 1,10,000 രൂപ ചിലവാക്കാനില്ലാത്തവർക്കും തീർച്ചയായിട്ടും S22 എന്ന ബേസ് വേരിയൻറ്റോ അല്ലെങ്കിൽ S22 പ്ലസ് എന്ന മിഡിൽ വേരിയൻറ്റോ പരിഗണിക്കാം. എസ്പെഷ്യലി ചിലർക്ക് ഈ പറഞ്ഞ കുഞ്ഞൻ സ്മാർട്ട് ഫോണുകളോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. അത്തരക്കാർക്കും S22 ഒരു മികച്ച ചോയ്സ് തന്നെ ആയിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.